ഇന്ത്യൻ ജനതയുടെ പോരാട്ടമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അടിയന്തരാവസ്ഥ കാലത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിനെ ഓർമ്മപ്പെടുത്തും പോലെ ഇന്ത്യ വിധി എഴുതുന്നു. എല്ലാ മണ്ണുകളിലും നീലയും ചുവപ്പും നിറഞ്ഞ രാശി പടരുന്നു. ഇന്ത്യ നീൽസലാം റെഡ് സലാം വിളിക്കുന്നു. മുന്നണി ലീഡിലേക്ക് വന്നിരിക്കുന്നു. ഇന്ത്യ മുന്നണി കൃത്യമായ ലീഡിലേക്ക് വന്നിരിക്കുന്നു. 243 NDA, 244 ഇന്ത്യ മുന്നണി. ഉത്തർപ്രദേശിൽ വമ്പിച്ച മുന്നേറ്റം. ഇത് അത്ഭുതകരമായ ഒരു റിസൾട്ട് അല്ല. തൃശൂരിൽ സുരേഷ് ഗോപി 4113 വോട്ടുകൾക്ക്. നോക്കുക, തൃശൂരില് സുരേഷ് ഗോപി കൃത്യമായി ലീഡ് ഉയർത്തുന്നുണ്ട്. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, തൃശൂരിൽ സുരേഷ് ഗോപി കൃത്യമായി ലീഡ് ഉയർത്തുന്നുണ്ട്. രണ്ടാം സ്ഥാനത്ത് പത്തനംതിട്ടയിൽ അനിൽ ആന്റണി രണ്ടാമതെത്തിയിരിക്കുന്നു. പത്തനംതിട്ടയിൽ തോമസ് ഐസക്കും അനിൽ ആന്റണിയും തമ്മിലായിരിക്കുന്നു മത്സരം. പത്തനംതിട്ടയിലെ തോമസ് ഐസക്കും അനിൽ ആന്റണിയും തമ്മിലായിരിക്കുന്നു മത്സരം. തൃശൂരിലെ ഇങ്ങനെ ഒരു ഫൈറ്റ് നരേന്ദ്രമോദി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല, അമിത്ഷാ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കണക്കിന് പറയേണ്ട ഞാൻ പറയാൻ വെച്ച ഒന്നാമത്തെ മണിക്കൂറിൽ സുജയെടുത്ത് പ്രയോഗിക്കുമ്പോൾ തൃശൂരിലെ സുരേഷ് ഗോപി 4113 വോട്ടുകൾക്ക് മുന്നിലാണ്. തൃശൂരിലെ സ്ഥാനാർത്ഥി, തൃശൂരിലെ എല്ലാ സാധ്യതകളും LDFന്റെയും UDFന്റെയും എല്ലാ സാധ്യതകളും അട്ടിമറിച്ചുകൊണ്ട് സുരേഷ് ഗോപി മുന്നിലാണ്. പത്തനംതിട്ടയിലാണ് അതിശക്തമായ മറ്റൊരു പോരാട്ടം. തോമസ് ഐസക്കും അനിൽ ആന്റണിയും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ് പത്തനംതിട്ടയിൽ. ഇടുക്കിയിൽ ഡീൻ ലീഡ് ഉയർത്തുകയാണ്. 14,407 വോട്ടിന് ഡീൻ കുര്യാക്കോസ് ലീഡ് ചെയ്യുന്നു. 10 വർഷമായി ഇന്ത്യയുടെ ടാലിയിൽ ഇങ്ങനെ ഒരു കണക്ക് വന്നിട്ട് ഈ നരേന്ദ്രമോദിയുടെ തേരോട്ടത്തെ പിടിച്ചു നിർത്താൻ, ആ ആകാശത്തെ പിടിച്ചു നിർത്താൻ രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും തേജസ്വി യാദവിന്റെയും ചാലക്കുടിയിൽ UDF ആണ് ഇപ്പോൾ മുന്നിലെത്തി നിൽക്കുന്നത്. ബെന്നി ബെഹനാൻ 175 വോട്ടുകൾക്ക് മുന്നിലെത്തി നിൽക്കുന്നു. ചാലക്കുടിയിൽ 8475 വോട്ടുകൾ UDF നേടിയപ്പോൾ LDFന് 8300 വോട്ടുകൾ മാത്രം. എറണാകുളത്ത് UDF നിലനിർത്തിയിരിക്കുന്നു ലീഡ്. UDFന്റെ ലീഡ് 2230 വോട്ടുകൾക്ക് ശശി തരൂറാണ് ഇപ്പോൾ മുന്നിൽ. തിരുവനന്തപുരത്ത് ശശി തരൂർ 2230 വോട്ടുകൾക്ക് മുന്നിലാണ്. പ്രേക്ഷകരെ, പറഞ്ഞ വോട്ടുകൾക്കാണ് ശശി തരൂർ മുന്നിൽ നിൽക്കുന്നത്. നോക്കൂ, ഇന്ത്യ മുന്നണിയുടെ തേരോട്ടം നിങ്ങൾ കാണുന്നു. അവിശ്വസനീയമായ തേരോട്ടം. അവസാന നിമിഷങ്ങളിൽ 15ാം ഓവറിൽ തിരിച്ചെത്തിയടിക്കുന്ന ബാറ്റ്സ്മാനെ പോലെ ഇതാ കളം നിറഞ്ഞിരിക്കുന്നു രാഹുൽ. നന്ദി, ഈ ലീഡിനും നന്ദി, ഈ കരുത്തിനും പോരാട്ടത്തിനും നന്ദി എന്ന് ഇന്ത്യ പറയുന്നു. രാഹുലിന്റെ ലീഡ് 285 അമേഠിയിൽ കിഷോറിലാൽ ശർമ്മ ലീഡ് ചെയ്യുന്നു. സ്മൃതി ഇറാനി പിന്നിൽ. പല റിസൾട്ടുകളും വന്നുകൊണ്ടിരിക്കും. അതിഭയങ്കരമായ മുന്നേറ്റമാണ് ഇന്ത്യ മുന്നണിയുടെ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ. അത്ഭുതകരമായ നേട്ടമാണ് ഉണ്ടാക്കുന്നത് ഇന്ത്യ മുന്നണി ഈ നിമിഷം. നോക്കൂ, ഏറ്റവും ഒടുവിൽ വരുന്ന വാരണാസിയിലെ കണക്ക് നോക്കൂ. വാരണാസിയിൽ നരേന്ദ്രമോദി പിന്നിൽ നിൽക്കുന്നു. ചെറിയ കണക്കല്ല. വാരണാസിയിൽ 6223 വോട്ടുകൾക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ധ്യാനത്തിലിരുന്ന പ്രധാനമന്ത്രിക്ക് വാനപ്രസ്ഥമാണോ വിധിക്കുന്നത് എന്നതാണ് ചോദ്യം. വാരണാസിയിൽ നിന്ന് ഒരു ഭരണമാറ്റം ഉണ്ടായാൽ ഭരണ കൈമാറ്റം ഉണ്ടാകുമോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നികേഷേ. കാരണം കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് രാജ്യത്തെ 7 ജഡ്ജിമാർ എഴുതിയിരിക്കുന്ന കാര്യം കോൺസ്റ്റിറ്റ്യൂഷൻ ക്രൈസിസ് ഇന്ത്യയിൽ ഉണ്ടാകും. ഒരു സ്മൂത്തായ രാഹുൽ ഗാന്ധി രണ്ടിടത്തും വയനാട്ടിലും റായ്ബറേലിയിലും ലീഡ് ചെയ്യുന്നു. വയനാട്ടിലെ ലീഡ് 10589. പാലക്കാട് LDF വിജയരാഘവൻ 782 വോട്ടുകൾക്ക് മുന്നിൽ. ആലത്തൂരിൽ രമ്യ ഹരിദാസ് ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. MK രാഘവൻ കോഴിക്കോട് 3171 വോട്ടുകൾക്ക് ലീഡ്. BJP പ്രേക്ഷകർക്ക് ആശ്വാസമായി ഇടതു കേന്ദ്രങ്ങളിലും തൃശൂരിൽ സുരേഷ് ഗോപി മുന്നേറുന്നു എന്ന കാഴ്ച. ഇടതു കേന്ദ്രങ്ങളിലും സുരേഷ് ഗോപിയുടെ മുന്നേറ്റം തൃശൂരിൽ. പക്ഷേ രാജ്യത്ത് നരേന്ദ്രമോദി ഇതാദ്യമായി കഴിഞ്ഞ 10 വർഷത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പിന്നിൽ നിൽക്കുന്നു എന്ന ടാലികൾ. അയോധ്യയിലും BJP പിന്നിൽ. അത്ഭുതകരമായ മറ്റൊരു കാര്യം, കോഴിക്കോട് മത്സരം UDFും NDAയും തമ്മിൽ. MT രമേശ് 2ാം സ്ഥാനത്ത് തുടരുന്നു. കോഴിക്കോട് എളമരം കരീമിനെ 3ാം സ്ഥാനത്താക്കിക്കൊണ്ട് MT രമേശ് 2ാം സ്ഥാനത്ത് തുടരുന്നു. MK രാഘവൻ 1ാം സ്ഥാനത്തും.
നോക്കൂ. യുപിയിലെ 32 സീറ്റുകളിലെ SP ലീഡ് ചെയ്യുന്നു. SP ലീഡ് ചെയ്യുന്നു. 40 ഇടങ്ങളിൽ 32 ഇടങ്ങളിൽ സമാജ്വാദി പാർട്ടി. എന്താണ് ഈ സംഭവിക്കുന്നത് എന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു റിസൾട്ട് അല്ലേ ഇത് വന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയാണ് സാർ. ഇത് ഇന്ത്യയാണ് സാർ. ഇത് ഇന്ത്യയാണ് സാർ. ഇത് ഇന്ത്യയാണ് സാർ. ഇത് ഇന്ത്യയുടെ വിധിയായി ഇന്ത്യ മുന്നണി എതിരെ എടുക്കുന്നു. എല്ലാ എക്സിറ്റ് പോളുകളെയും കാറ്റിൽ പറത്തുന്നു. വാരണാസിയിൽ നരേന്ദ്രമോദി പിന്നിലാവുന്നു. റായ്ബറേലിയിലും വയനാട്ടിലും രാഹുൽ ഗാന്ധി മുന്നിൽ നിൽക്കുന്നു. ഇത് അവിസ്മരണീയമായ കാഴ്ച, ഉന്മേഷകരമായ കാഴ്ച, ജനാധിപത്യത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വയനാട്ടിൽ